നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. നാമജപങ്ങൾക്ക് ശേഷം വീടിൻ്റെ അകത്തളത്തിൽ ഉച്ചത്തിൽ കേൾക്കുന്ന ടെലിവിഷനുകളിലെ കണ്ണീർ പരമ്പരകളിൽ മുഴുകിയിരുന്നിരുന്ന അമ്മയുടെ മുന്നിലേക്ക് ശിവ പെട്ടെന്ന് വന്നു നിന്നപ്പോൾ അവൻ്റെ രണ്ടു കൈകളിലും നിറച്ച് കവറുകളുണ്ടായിരുന്നു. അമ്മയുടെ മുൻപിലേക്ക് അവൻ അതെല്ലാം നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ സുമതി ഒരു നിമിഷം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാനിതൊക്കെ പാർവതിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അമ്മ തന്നെ ഇതവളുടെ കയ്യിൽ കൊടുത്തേക്ക്. അതെന്തിനാ ഞാൻ കൊടുക്കുന്നത്? വാങ്ങിയത് നീയാണെങ്കിൽ നിനക്ക് തന്നെ ആ കുട്ടിയുടെ കയ്യിൽ ഇതങ്ങ് കൊടുത്തൂടെ ശിവ? അതൊന്നും എനിക്ക് പറ്റില്ല. അമ്മ തന്നെ ഇതവളെ അങ്ങ് ഏൽപ്പിച്ചേരെ. ഇനി അവൾക്ക് മാറ്റിയിടാൻ ഡ്രസ്സില്ലെന്നും പറഞ്ഞ് എൻ്റെ ഷർട്ടും പാൻറ്റും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അമ്മയും മകനും തമ്മിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് പാർവതിയും അവിടേക്ക് വന്നത്. കാര്യം എന്തെന്നറിയാതെ അവൾ അങ്ങനെ നിൽപ്പ് തുടരുമ്പോഴാണ് ശിവ പെട്ടെന്ന് അവൾക്ക് നേരെ ആ കവറുകളൊക്കെ നീട്ടിപ്പിടിച്ചത്. അവൻ്റെ ആ പെരുമാറ്റത്തിൽ നേരിയ സംശയം കലർന്നൊരു നോട്ടത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതൊക്കെ തനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടുവന്നേക്കാം. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ആരും പ്രത്യേകിച്ചൊരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, കേട്ടല്ലോ? തൻ്റെ താക്കീത് അമ്മയ്ക്കും കൂടി ബാധകമാണെന്ന അർത്ഥത്തിലായിരുന്നു അവൻ്റെ നോട്ടം സുമയമ്മയിലേക്കും ചെന്ന് പതിച്ചത്. കൂടുതലൊന്നും പിന്നീട് സംസാരിക്കാൻ നിൽക്കാതെ അവളുടെ കയ്യിൽ കവറുകളെല്ലാം ഏൽപ്പിച്ച ശേഷം അവൻ അകത്തേക്ക് കയറിപ്പോയി. രണ്ടു കൈകളിലും ഒതുക്കി പിടിക്കാൻ കഴിയുന്നതിനും അപ്പുറം കവറുകളുമായി പാർവതി അവൻ പോകുന്നത് നോക്കി ആശ്ചര്യത്തോടെ നിന്നു. പാർവതിയുടെ മനസ്സിന് ഒരുപാടധികം സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു തുടങ്ങി. ശിവയുടെ വീട്ടിലെത്തിയതിനു ശേഷമാണ് അവൾ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ തുടങ്ങിയത്. കാഴ്ചയിൽ ചെറിയ വീടാണെങ്കിലും അതിനകത്ത് നിന്നും കിട്ടുന്ന സമാധാനത്തിനും സ്നേഹത്തിനും അവൾ അത്രയേറെ മൂല്യം നൽകിയിരുന്നു. ശിവയുടെ അമ്മ സ്വന്തം മകളെപ്പോലെയാണ് തന്നെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം. വലിയ വീട്ടിൽ ജനിച്ചു പോയെന്ന കാരണം കൊണ്ട് മാത്രം തന്നെ തൃപ്തിപ്പെടുത്താനായി സുമയമ്മ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. എന്നാൽ താൻ ഇന്നതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ശിവയുടെ സംരക്ഷണവും അമ്മയുടെ സ്നേഹവും കൂടി ചേരുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലൊരു തോന്നൽ. ശിവയുടെ വീടിനകത്ത് നിന്നും പാർവതി പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കാറില്ലായിരുന്നു. ആളുകളുടെ കണ്ണിൽ പെടാതിരിക്കാനായി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയിരുന്നതാണ്. എന്നാൽ അന്നൊരു ദിവസം ശിവ തൻ്റെ സ്വന്തം ബൈക്ക് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിലാണ് ചായയുമായി പാർവതി അവൻ്റെ അരികിലേക്ക് വന്നത്. വണ്ടിയുടെ റിപ്പയറിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവൻ ചായയുമായി തൻ്റെ തൊട്ടടുത്ത് വന്നു നിൽക്കുന്ന പാർവതിയെ ശ്രദ്ധിച്ചതേയില്ല. മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ചായയെ കണ്ട പാടെ അവൻ അതെടുത്ത് കുടിച്ചു തീർത്തു. തിരികെ ആ ചായക്കപ്പ് നൽകാൻ നേരത്താണ് ട്രേ പിടിച്ചു നിൽക്കുന്നത് പാർവതിയാണെന്ന് മനസ്സിലായത്. ഞെട്ടലോടെ സ്പാനറും കയ്യിൽ പിടിച്ചവൻ ഇടവും വലവും നോക്കി. എന്തിനാ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കാൻ ഒരുങ്ങുന്നതിനു മുൻപേ സുമേ എന്നും വിളിച്ചുകൊണ്ട് ഒരാൾ അവിടേക്ക് കയറി വന്നു. അടുത്ത വീട്ടിലെ അയൽവാസിയായ സുശീൽ ചേച്ചിയായിരുന്നു അത്. തൻ്റെ അമ്മയുടെ ഒരേയൊരു കൂട്ടുകാരിയാണ് സുശീൽ ചേച്ചി. അപ്രതീക്ഷിതമായ അവരുടെ കടന്നുവരവിൽ പെട്ടെന്ന് ശിവയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവൻ്റെ അടുത്ത് നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ സംശയത്തോടെയും അതിശയത്തോടെയുമാണ് പാർവതിയെ അവർ നോക്കി നിന്നത്. ഈ കുട്ടി ഏതാണ് ശിവ? ഇവിടെയൊന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആ, ഈ കുട്ടി. നെറ്റി തടവിക്കൊണ്ടവൻ ഒന്ന് ആലോചിച്ചു. ഈ കുട്ടി ഞങ്ങളുടെ ഒരു ബന്ധുവായിട്ട് വരും സുശീലേച്ചി. ബന്ധുവോ? ആ, ബന്ധു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മോളായിട്ട് വരും.
ഒരു നുണ പറയാൻ ശ്രമിക്കുന്ന മട്ടിൽ പാർവതിയെ നോക്കി അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചപ്പോൾ പെട്ടെന്ന് പാർവതിയും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ആണോ? എങ്കിൽ പിന്നെ ബന്ധു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നീ നിന്റെ മുറപ്പെണ്ണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൂടടാ ശിവ. മുറപ്പെണ്ണോ? അവൻ അമ്പരപ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ മുറപ്പെണ്ണെന്ന് നീ മുൻപൊന്നും കേട്ടിട്ടില്ലേടാ? അമ്മാവൻ്റെ മോളെന്ന് പറയുമ്പോൾ നിനക്ക് ഈ കുട്ടി മുറപ്പെണ്ണ് തന്നെയാ. അതിനിപ്പോൾ എന്താ? ഒന്നുമില്ല, ഈ മോള് സുന്ദരിക്കുട്ടിയാണെന്ന് പറഞ്ഞതാണേ. ആ സ്ത്രീ അവളുടെ കവിളിൽ പതിയെ തൊട്ടുഴിഞ്ഞ ശേഷം ശിവയുടെ മുഖത്തേക്ക് അർത്ഥം വെച്ചൊന്ന് നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം സുമ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ശിവയും പാർവതിയും പരസ്പരം ഒന്ന് നോക്കി. അവര് ചുമ്മാ വെറുതെ, ഞാനിതൊന്നും കാര്യാക്കണ്ട. നെറ്റിച്ചുളിച്ചവൻ വീണ്ടും തിരക്ക് അഭിനയിച്ചുകൊണ്ട് ബൈക്കിനടുത്തേക്ക് ചെന്നിരുന്നു. ഒരു നേർത്ത പുഞ്ചിരിയോടെ പാർവതി അകത്തേക്ക് തിരിച്ചു കയറുമ്പോൾ കറങ്ങുന്ന വീലുകൾക്കിടയിലൂടെ അവളെ അവൻ നോക്കുകയായിരുന്നു. ഉച്ചവെയിലിൽ ഇറങ്ങിക്കഴിഞ്ഞ നേരത്താണ് വീടിൻ്റെ പിറകിലുള്ള ഗ്രൗണ്ടിൽ കുട്ടികളുടെ ആർപ്പും ബഹളങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയത്. ജനവാതിൽ തുറന്ന് കണ്ണുകൾ പുറത്തേക്ക് പായിച്ചപ്പോഴാണ് കൊച്ചുകുട്ടികൾക്കൊപ്പം ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ശിവയെ അവൾ കാണുന്നത്. പന്തെടുത്ത് ഓടിയും ചാടിയും കുട്ടികൾക്കൊപ്പം ആവേശത്തോടെ കളിക്കുന്ന ശിവയെ അവൾ കൗതുകത്തോടെയാണ് നോക്കിയിരുന്നത്. ശരിക്കും കണ്ണുകൾ വിടർത്തി അവൾ അത്ഭുതത്തോടെ ആ കാഴ്ച വീക്ഷിക്കുമ്പോൾ അവളുടെ മനസ്സും അറിയാതെ കൊതിച്ചു പോവുകയായിരുന്നു അവർക്കിടയിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ. യാതൊരു ബന്ധനങ്ങളുമില്ലാതെ പറന്നു നടക്കുന്ന അവരുടെ സന്തോഷം കണ്ടറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ പെട്ടെന്ന് ഈറനണിയുകയായിരുന്നു. ആഡംബരത്തിനും അന്തസ്സിനും മോടി കൂട്ടാൻ ഇഷ്ടം പോലെ പണം, കുന്നോളം വാരിക്കൂട്ടിയ സൗകര്യങ്ങൾ, പറയാനും പരിചയപ്പെടുത്താനും ഒട്ടനവധി ബന്ധുക്കൾ, എല്ലാം ഉണ്ട് തനിക്ക്. പക്ഷേ അവരുടെ എല്ലാം മുഖത്ത് കാണുന്ന സന്തോഷം, ഉള്ളു തുറന്നൊരു പൊട്ടിച്ചിരി, ഇതൊന്നും തനിക്കൊരിക്കൽ പോലും സാധിച്ചിട്ടില്ലാത്ത സത്യങ്ങളല്ലേ. അമ്മയുടെ മരണത്തിന് ശേഷം കയറി വന്ന രണ്ടാനമ്മയുടെ ഭരണവും പേരിന് മാത്രം പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തിരക്ക് പിടിച്ച ബിസിനസ്മാനായ തൻ്റെ ഡാഡിയുടെയും കൂടെ ഇത്രയും കാലം ജീവിക്കുമ്പോഴും താൻ അറിയാതെ പോയ ഒരുപാട് സന്തോഷങ്ങൾ തനിക്ക് ചുറ്റുമുണ്ടെന്നറിയുമ്പോൾ അറിയാതെ എന്തോ മനസ്സാഗ്രഹിച്ചു പോവുകയാണ്. അതെല്ലാം അല്പനേരത്തേക്കെങ്കിലും ഒന്ന് സ്വന്തമാക്കുവാൻ വേണ്ടി. വേണ്ട, തനിക്കൊന്നും സ്വന്തമായി വേണ്ട. എങ്കിലും ഒന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ലായിരിക്കും. ഈറനണിഞ്ഞ കണ്ണുകളെ പെട്ടെന്ന് തുടച്ചെടുത്തുകൊണ്ടവൾ പുഞ്ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ചുരിദാറിൻ്റെ ഷോൾ എടുത്തവൾ ഒരു സൈഡിലേക്ക് കോർത്തു കെട്ടി. അതിനുശേഷം അവർക്കിടയിലേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് ശിവയും കുട്ടികളും പാർവതിയെ കാണുന്നത്. വിയർത്തൊലിച്ച് കയ്യിൽ പന്തും പിടിച്ച് നിൽക്കുന്നതിനിടയിൽ അവിടേക്ക് നടന്നെടുക്കുന്ന പാർവതിയെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ശിവൻ ചേട്ടാ, ഏതാണാ ചേച്ചി? ഇവിടെയെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. നെറ്റിയിലെ വിയർപ്പിനെ വിരലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചവൻ പന്തിനെ വിരലിലിട്ട് കറക്കി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഒരു നേർത്ത പുഞ്ചിരിയോടെ അവളും അവൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു. നിങ്ങളുടെ ഈ കളിയിൽ എന്നെ കൂടി കൂട്ടാമോ? ചേച്ചി ഏതാ? ഈ ഏരിയയിൽ ചേച്ചിയെ ഇതുവരെ ഞങ്ങളൊന്ന് കണ്ടിട്ട് പോലുമില്ലല്ലോ. ശിവയ്ക്കൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു പയ്യൻ്റെ ചോദ്യം കേട്ട് പാർവതി ഇരു കൈകളും കൂട്ടിക്കെട്ടി അവർക്ക് മുൻപിൽ നിൽപ്പുറപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ശിവൻ ചേട്ടൻ്റെ അമ്മാവൻ്റെ മോളാ. ശരിക്കും പറഞ്ഞാൽ മുറപ്പെണ്ണ്. മറുപടി നൽകിക്കൊണ്ട് പിന്നീട് അവൾ നോക്കിയത് ശിവയുടെ മുഖത്തേക്കായിരുന്നു. ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി തൂക്കിക്കൊണ്ടവൾ അവനെ മാത്രം നോക്കി നിൽക്കുമ്പോൾ മുഖത്തൊരൽപ്പം ഗൗരവം ഭാവിച്ചാണ് ശിവയും അവളെ തിരിച്ചു നോക്കിയത്. നിനക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ അറിയാമോ? ആ, കുറച്ചൊക്കെ. എങ്കിൽ പിന്നെ ചേച്ചിയും നമ്മുടെ കൂടെ കൂട്ടാം, അല്ലേ ശിവൻ ചേട്ടാ?
കൂട്ടത്തിലെ പയ്യൻ വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോൾ അവളെ നോക്കി ശിവ കനത്തിലൊന്ന് മൂളിക്കൊടുത്തു. കയ്യിൽ പിടിച്ചിരുന്ന പന്തെടുത്തവൻ അവൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോടെയാണ് പാർവതി അത് കൈകളിലേക്ക് ഏറ്റുവാങ്ങിയത്. എങ്കിൽ പിന്നെ ഇനി കളി തുടങ്ങിയേക്കാം എന്ന ഭാവത്തോടെ അവൻ എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് വിളിച്ചുകൂട്ടി നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങി. താനും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിക്കാനായിരുന്നു പാറുവിൻ്റെ പിന്നീടുള്ള ശ്രമങ്ങൾ. എല്ലാ സങ്കടങ്ങളെയും മാറ്റി നിർത്തി ആവേശത്തോടെ അവർക്കൊപ്പം അവളും ചേർന്ന് കളിച്ചു. കളിയെ ആസ്വദിച്ചും അതിനിടയിലെ തമാശകൾക്കിടയിൽ പരിഭവം ഭാവിച്ചും പെരുമാറുമ്പോൾ അവൾ അറിയാതെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് ചെന്നെത്തിപ്പെടുകയായിരുന്നു. മനസ്സിൽ അടക്കി പിടിച്ച സന്തോഷങ്ങളെയെല്ലാം തുറന്നു വിട്ടതുപോലെ അവൾ തുള്ളിച്ചാടി കളിച്ചു. എന്നാൽ ഏറെ നേരം പരിശ്രമിച്ചിട്ടും പന്തിനെ വലയത്തിനുള്ളിലേക്ക് അടിച്ചിറക്കാൻ മാത്രം അവൾക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ നിരാശയിൽ അവൾ വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതെല്ലാം നോക്കിയും കണ്ടും ക്ഷമ നശിച്ച അവസ്ഥയിൽ ശിവ അവിടെ നിന്നിരുന്നത്. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. അവൻ വേഗത്തിൽ നടന്നു വന്ന് പെട്ടെന്ന് അവളെ ഒന്ന് എടുത്തുയർത്തി. ഉയരം വെച്ചതോടെ പന്തിനെ എളുപ്പത്തിൽ വലയത്തിനുള്ളിലേക്ക് ആക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ അവൾ ജയിച്ചെന്ന മട്ടിൽ കൈകൾ രണ്ടും ഉയർത്തി കാണിച്ചു. എന്നാൽ പിന്നീടാണ് ആ സന്തോഷത്തിന് കാരണമെന്തെന്നവൾ തിരിച്ചറിഞ്ഞത്. തന്നെ എടുത്തുയർത്തി നിൽക്കുന്ന ശിവയുടെ മുഖത്തേക്ക് ഒരു ജാള്യതയോടെയാണ് അവൾ നോക്കിയത്. നെറ്റി ചുളിച്ചുകൊണ്ട് ഒരു മന്ദസ്മിതത്തോടെ ആ കൈപ്പിടിയിൽ അവൾ ഇരുന്നു. അവളുടെ സന്തോഷം കണ്ട് മതിമറന്നു നിന്നു പോയ ശിവയുടെ കണ്ണുകളിലെ നോട്ടവും പെട്ടെന്നൊരു നിമിഷം അവളെ പിടിച്ചുലക്കിയായിരുന്നു. പരിസരം മറന്നുകൊണ്ട് അവർ ആ നോട്ടത്തിൽ അലിഞ്ഞു ചേർന്ന നിമിഷത്തിനിടയ്ക്കാണ് കുട്ടികളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൈകൾ കൂട്ടിയടിച്ച് ശബ്ദം പുറപ്പെടുവിച്ചത്. കേട്ട ശബ്ദത്തിൻ്റെ ഞെട്ടലോടെയാണ് ശിവ പെട്ടെന്ന് അവളെ താഴേക്കിറക്കിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും കുറച്ചു സമയം അല്പം വിട്ടകന്നു നിന്നു. അതിനുശേഷം കളിയെല്ലാം മതിയാക്കി കമ്പി വലയിൽ കൊളുത്തിവെച്ച അവൻ്റെ ഷർട്ടെടുത്തവൻ തോളിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു നടക്കാൻ തുടങ്ങി. നേരത്തെ ഒരു ഇളങ്കാറ്റിൻ്റെ തഴുകൽ അവളുടെ നോട്ടത്തെ അന്നേരം അലസരപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ മുടിയിഴകളെ മെല്ലെ നീക്കിക്കൊണ്ടവൾ അവൻ പോകുന്നത് ഒളിക്കണ്ണിട്ട് ഏന്തി വരിഞ്ഞു നോക്കാൻ ശ്രമിക്കുകയായിരുന്നു.